ഇടുക്കി അടിമാലിയിൽ ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്ത് മണ്ണിടിഞ്ഞ് ഒരു മരണം. മരിച്ചത് കുമ്മൻപാറ സ്വദേശി ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്ക് ഗുരുതര പരിക്ക്. ഇരുവരെയും പുറത്തെടുത്തത് 6 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ. ദേശീയപാതയിൽ വിള്ളൽ വീണതിനെ തുടർന്ന് മറ്റ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ ഒഴിവായത് വൻ ദുരന്തം. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പിട്ട സർക്കാർ നടപടിയിൽ പ്രതിഷേധം തുടർന്ന് CPIM നിലപാട് വ്യക്തമാക്കട്ടെ എന്ന D രാജ ധാരണാപത്രം പിൻവലിക്കണമെന്നും CPI ജനറൽ സെക്രട്ടറി. PM ശ്രീ ഫണ്ട് വേണ്ടെന്ന് വയ്ക്കാനാകില്ലെന്ന നിലപാട് ആവർത്തിച്ച മന്ത്രി V ശിവൻകുട്ടി. പദ്ധതിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പിന്മാറാൻ കഴിയുമെന്നും മന്ത്രി. CPI അന്വയിപ്പിക്കാൻ പുതിയ നീക്കവുമായി വിദ്യാഭ്യാസ വകുപ്പ്. വിവാദ വ്യവസ്ഥകളിൽ വീണ്ടും ചർച്ചയാകാമെന്ന നിലപാട് മുന്നോട്ട് വയ്ക്കും. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് തുടരുന്നു. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ വീണ്ടും പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘം. ബംഗളൂരുവിലെ പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാട് രേഖകൾ കണ്ടെത്തിയതായി സൂചന. ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിൽ വീണ്ടും പരിശോധന നടത്തി ജസ്റ്റിസ് KT ശങ്കരൻ. പോറ്റിക്ക് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒത്താശ ചെയ്യുന്നുവെന്ന് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട പാലക്കാട് നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി വിവാദത്തിൽ. പ്രമീള ശശിധരനെ തള്ളി BJP ജില്ലാ നേതൃത്വം. നഗരസഭാ ചെയർപേഴ്സൺ പരിപാടിയിൽ പങ്കെടുക്കരുതായിരുന്നെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടരുതെന്ന് പാർട്ടി നിലപാട്. മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം തുടരുമെന്നും പ്രശാന്ത് ശിവൻ. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ മാനനഷ്ട കേസുമായി കുടുംബം. PP ദിവ്യയും TV പ്രശാന്തിനും എതിർകക്ഷികൾ 65 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം. നവീൻ ബാബുവിനെ പൊതുസമൂഹത്തിന് മുന്നിൽ അഴിമതിക്കാരനായി ചിത്രീകരിച്ചുവെന്ന് ഹർജിക്കാർ. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ വിജയ് കാണും. കൂടിക്കാഴ്ച നാളെ ചെന്നൈ മഹാബലിപുരത്തെ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് 50 മുറികൾ. ഓരോരുത്തരെയും വിജയ് പ്രത്യേകം കാണും. ആസിയാൻ ഉച്ചകോടിക്ക് മലേഷ്യയിൽ തുടക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ പങ്കെടുക്കും. തിരുവാഭീഷണിയും വ്യാപാര ബന്ധവും ചർച്ചയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉച്ചകോടിയിൽ സംസാരിക്കും.